നമ്മളെ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കി എന്താരോ, ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ ദുന്യാവിലെ എല്ലാ ബാധ്യതകളും തീരണം. മകളെ കെട്ടിക്കണം, കെട്ടിച്ചാ പിന്നെ പേരക്കുട്ടികളെ പഠിപ്പിക്കണം, പിന്നെ ഓല കല്യാണം ഉണ്ടാവണം, പിന്നെ ഓൾക്ക് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ കാക്ക ഹജ്ജിന് പോണ്ടേ, അതിനൊന്നും നേരായിട്ടില്ലടാ. എന്നിട്ട് എപ്പോഴാണ് ഈ നേരാവുകാരങ്ങള് 10-55 വയസ്സായിട്ട് തവാഫ് എന്താണെന്നറിയില്ല, സഅയ് എന്താണെന്നറിയില്ല, നടക്കാൻ വയ്ക്കൂല, ഇരിക്കാൻ വയ്ക്കൂല, വല്ലാത്ത ഒരവസ്ഥയിലാ നമ്മുടെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുക. നിനക്കറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി, ഹജ്ജ് നിർവഹിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴാണോ അവസരം കിട്ടുന്നത് ആദ്യത്തെ സമയം അവൻ ഉപയോഗിച്ചിരിക്കണം എന്നാ. ഒരാൾക്ക് 35 വയസ്സായിന്ന്, നല്ല സ്വത്തൊക്കെ ഉണ്ടായിനി, നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിനി, അന്ന് ഹജ്ജിനൊക്കെ പോകാനി, അന്ന് പോയില്ല. 45 വയസ്സായപ്പോത്തിന് ബിസിനസ് പൊളിഞ്ഞ് ആകപ്പാട് ഇടങ്ങാറായി. 50-60 ആയപ്പോത്തിന് മൂപ്പര് ഫക്കീറായി, മിസ്കീനായി. ഇഞ്ഞെന്റെ ഹജ്ജ്, ഞാനാകെ പൊളിഞ്ഞു പാളീസായില്ലേ. പക്ഷേ പടച്ച റബ്ബിന്റെ അടുക്കൽ അയാൾ നേരിടേണ്ട ഒരു ചോദ്യമുണ്ട്. നിന്റെ 35-ാമത്തെ വയസ്സിൽ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് നീ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല എന്നത് ഒരു ചോദ്യമാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹജ്ജിന് അവസരം കിട്ടിയാൽ ഏറ്റവും ആദ്യത്തെ സമയത്ത് തന്നെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. കാരണം നാളെ എന്തൊക്കെയാണ് ആയിത്തീരുക എന്ന് ആർക്കും പറയാൻ പറ്റൂല.